ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റേഴ്സ് ടെക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോട്ടിൽ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെയുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാനായി ആദ്യമായി വേണ്ടത് ഇതേപോലുള്ള ഒരു കുപ്പിയാണ്. ഏത് കുപ്പിയായാലും കുഴപ്പമില്ല, നമുക്ക് കിട്ടുന്ന പോലെയുള്ള ഒരു കുപ്പി ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതേപോലുള്ള ഏതെങ്കിലും ഒരു കുപ്പി നമുക്ക് ആവശ്യമുണ്ട്. ഇതേപോലെ നന്നായിട്ട് കഴുകിയെടുത്ത ഒരു കുപ്പിയാണ് ആവശ്യമായി വരുന്നത്. പിന്നീട് ആവശ്യമായി വരുന്നത് ഇതേപോലെയുള്ള കാർഡ്ബോർഡിൻ്റെ പീസുകൾ ചെറുതാക്കി ഏതെങ്കിലും ഒരു ഷേപ്പിൽ വെട്ടിയെടുത്ത കാർഡ്ബോർഡിൻ്റെ ഷീറ്റാണ്. പിന്നെ അടുത്തതായി വേണ്ടത് ഇതേപോലുള്ള ടിഷ്യൂ പേപ്പറുകളാണ്. ടിഷ്യൂ പേപ്പർ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഒട്ടിക്കാനായിട്ടുള്ള പശയുമാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പം ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പം അടുത്തതായി നമ്മൾ ഈ കുപ്പി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച കാർഡ്ബോർഡിൻ്റെ പീസ് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. പല ഷേപ്പിൽ പല രൂപത്തിലാക്കി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഗ്ലൂ ഗണ്ണ് വെച്ചാണ് ഇത് ഒട്ടിക്കാൻ പോകുന്നത്. ഇവിടെ ഗ്ലൂ ഗണ്ണ് വെച്ച് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ നമുക്ക് കുപ്പിയുടെ മുകളിലായിട്ട് ഒട്ടിക്കാൻ കഴിയുന്നതാണ്. ഇതേപോലെ നമുക്ക് ഈ കുപ്പി നിറയെ ഇതേപോലെ നമുക്ക് ഇത് കാർഡ്ബോർഡിൻ്റെ ഷീറ്റുകൾ ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം വീഡിയോയിൽ കാണുന്നത് പോലെ പല ഷേപ്പിൽ പല രൂപത്തിലാക്കി നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് മുഴുവനായിട്ട് നമുക്ക് ഈ കുപ്പിയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇത് ഉണ്ടാക്കാൻ ഗ്ലൂഗണ് തന്നെ ആവശ്യമായി വരുന്നില്ല. ഗ്ലൂഗൺ ഇല്ലാത്തവർ ഫെവിക്കോൾ ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും പശ ഉപയോഗിച്ച് ഒട്ടിച്ചാൽ മതിയാകും. അപ്പം ഇതുപോലെ നമുക്ക് ഈ കുപ്പി മുഴുവനായിട്ട് ഒന്ന് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുപ്പിയുടെ മുകളിൽ മുഴുവനായിട്ട് കാർഡ്ബോർഡ് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് നമ്മൾ ആദ്യത്തിലെടുത്ത ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ഇതിന് ആവശ്യം വരും. ഇതേപോലെ കുറച്ച് മാത്രമാണ് ഇത് ഉണ്ടാക്കാനായി നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ. കുറച്ച് ടിഷ്യൂ പേപ്പർ മാത്രമാണ് ഇതിനായിട്ട് ആവശ്യം വരുന്നുള്ളൂ. പിന്നീട് നമുക്ക് ആവശ്യം വരുന്നത് ഇതേപോലുള്ള ഫെവിക്കോളാണ്. ഫെവിക്കോൾ മിക്സ് ചെയ്തെടുത്തതാണ്. പകുതി വെള്ളവും പകുതി ഫെവിക്കോളുമാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ഒട്ടിക്കാനായി. അപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്ന് നോക്കാം. അപ്പം അതിനായി നമ്മൾ ഇവിടെ ആ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലിൽ ഫെവിക്കോൾ തേച്ചതിന് ശേഷമാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എടുത്ത ടിഷ്യൂ പേപ്പർ നമുക്ക് ഇത് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്ക് ഇതിൻ്റെ നടുഭാഗം ഒന്ന് ഇത് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നടുഭാഗം ഒന്ന് നമുക്ക് ആദ്യമായി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ആ കട്ട് ചെയ്തതിൻ്റെ നടുഭാഗവും ഒന്ന് കട്ട് ചെയ്ത് 4 പീസുകളാക്കി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഈ കുപ്പിയിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പീസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ആയി വെച്ചതിന് ശേഷം നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പം നമുക്ക് ഇത് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാൻ ഒരു ബ്രഷ് എടുത്ത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ സൈഡിലും ആക്കി ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഇതേപോലെ നമുക്ക് ഈ കുപ്പി മുഴുവനായിട്ട് ഒന്ന് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ കുപ്പി മുഴുവനായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ മൊത്തം ഒരു ഗ്യാപ്പും വരാത്ത രീതിയിൽ ഇതേപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിൽ കളർ അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒന്ന് കളർ അടിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ ഇതിൽ കളറ് അടിക്കാനായി യൂസ് ചെയ്യുന്നത് ഇതേപോലെയുള്ള ഒരു ഓറഞ്ച് കളറും എടുത്തിട്ടുണ്ട്, ഒരു നീല കളറും ഇതിനായി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഇതിൽ അടിക്കാൻ പോകുന്നത്. അപ്പം ഇത് മിക്സ് ചെയ്യാനായി ഇതേപോലെ ഒരു കാലി കുപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രണ്ട് കളറും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുപ്പിയിൽ മുഴുവനായിട്ട് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കളറും കുറച്ച് എടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നീല കളർ ആദ്യം നമുക്ക് ആ കുപ്പിയിലേക്ക് പാരാം. ഇതുപോലെ കുറച്ച് കളറ് നമുക്ക് ഇതിലേക്ക് പാർന്നതിന് ശേഷം അടുത്ത കളറും പാർന്ന് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കളറ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു കാപ്പി കളറാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇതേപോലെ ആ കളറ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുപ്പിയിലേക്ക് അടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായി ഈ കുപ്പിയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ആ കളറ് മിക്സ് ചെയ്തെടുത്ത ആ കളറ് കുപ്പിയിലേക്ക് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈ കളറ് നമ്മൾ കുപ്പിയിലേക്ക് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പം അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തന്നെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമ്മൾ ഇത് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പം ചെറിയ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കളർ ചെയ്തെടുക്കാം. We'll grow in number, fueled by them to see the horizon, turn us to thousands, and on we'll go, through the wastelands, through the highways, till my shadow turns to sun rays, and on we'll go, through the wastelands, through the highways. അപ്പോൾ നമ്മൾ ഇതേപോലെ മുഴുവനായിട്ട് ഫുള്ള് പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ട് തന്നെ നമ്മൾ ഇതിൽ പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതേപോലെ ഉണങ്ങുന്നത് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്നും ഒന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ കണ്ട് ഒന്ന് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ ബാക്കി വീഡിയോയിലേക്ക് കിടക്കാം. Close till I get up, time is barely on our side, I don't wanna waste what's left. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഈ ചെറിയ ബോട്ടിൽ ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ബട്ടനോട് കൂടി വരുന്ന ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം ഇതുപോലെ മറ്റൊരു വീഡിയോ എത്തുന്നതായിരിക്കും. ദിസ് ഇസ് അബുൽ സൈനിങ് ഔട്ട്.